നമസ്കാരം. വോട്ടർമാർക്ക് മോദിയുടെ ശക്തി ക്ഷയിപ്പിക്കുവാൻ അവസരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നരേന്ദ്രമോദി തന്നെ തൻ്റെ സ്വാഭാവിക പ്രവൃത്തികൾ കാരണം ക്ഷയിച്ചു എന്നുള്ളതാണ് ഒരു വസ്തുത. മോദിയുടെ നിലപാടുകളിലുണ്ടായ ഘടനാപരമായ കാപട്യം വോട്ടർമാർ ഒടുവിൽ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞത്. എന്തായാലും മോദിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന കുറവ് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുപോലെ രാഹുൽ ഗാന്ധി വളരെ മെച്ചപ്പെട്ടൊരു രാഷ്ട്രീയ സാന്നിധ്യമായി മാറി എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവാകാനുള്ള അവകാശം രാഹുൽ ഗാന്ധി ചോദിച്ചു വാങ്ങിയതാണ്. കൂടാതെ കോൺഗ്രസിൽ നിന്നുള്ള അവസാനത്തെ അംഗീകൃത ലോബി മറ്റാരുമല്ല, സ്വന്തം അമ്മ സോണിയാഗാന്ധിയാണെന്നത് അദ്ദേഹത്തിന് സംതൃപ്തി നൽകുന്ന കാര്യവുമായിരിക്കണം. പ്രതീകാത്മകതയെ സംബന്ധിച്ചിടത്തോളം രാജവംശ രാഷ്ട്രീയത്തിനെതിരായ മോദിയുടെ 10 വർഷം പഴക്കമുള്ള ക്യാമ്പയിനിന്റെ ഏറ്റവും വ്യക്തമായ തിരസ്കാരത്തെയാണ് രാഹുൽ ഗാന്ധി ലോബിയായി അഭിഷേകം ചെയ്യുന്നത്. ഒടുവിൽ മോദി രാഹുലിനെ രാഷ്ട്രീയ മാന്യതയുടെയും ജനകീയ സ്വീകാര്യതയുടെയും സ്ഥാനത്തേക്ക് ഉയർത്തുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ, അതോ മോദിയുടെ സുസ്ഥിരതയ്ക്ക് മങ്ങലേൽപ്പിച്ച സമ്പൂർണ്ണ ഇമേജ് മേക്ക് ഓവറിൽ രാഹുൽ ഗാന്ധി സ്വയം ഇറങ്ങി തിരിച്ചതാണോ എന്നത് കൗതുകകരമായ ഒരു ചർച്ചാ വിഷയം കൂടിയാണ്. തൽക്ഷണ വിശകലനത്തിന്റെയും തൽക്ഷണ വിധിന്യായത്തിന്റെയും ഈ യുഗത്തിൽ ഓരോ മഹാനായ നേതാവും അവന്റെ അല്ലെങ്കിൽ അവളുടെ അധികാരം സമ്പാദിക്കുന്നതിനും ഏകീകരിക്കുന്നതിനും സഹായിക്കുന്ന ചില സാഹചര്യങ്ങളുടെ ഉൽപ്പന്നമാണെന്ന് മറന്നു കളയാൻ വളരെ എളുപ്പമാണ്. 2013-14 ആശയക്കുഴപ്പത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും പശ്ചാത്തലത്തിൽ മാത്രമേ മോദിക്ക് ദേശീയ ശക്തി കൈവരിക്കാനാകുമായിരുന്നുള്ളൂ. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെ എല്ലാ അഴിമതികളുടെയും ഉറവയായി ചിത്രീകരിക്കുന്നതിൽ അണ്ണാ ഹസാരെ പ്രസ്ഥാനം വിജയിച്ചതിനാൽ സ്വാധീനമുള്ള മധ്യവർഗങ്ങൾക്ക് അദ്ദേഹം രുചികരമായി മാറുകയായിരുന്നു. 2024 ആയപ്പോഴേക്കും സാഹചര്യങ്ങൾ മാറിമറിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 2014 സന്ദർഭത്തെ നിർവചിച്ച ഉത്കണ്ഠകളും അഭിലാഷങ്ങളും വ്യത്യസ്തമായ ആശങ്കകളിലേക്കും നീരസങ്ങളിലേക്കും രൂപാന്തരപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ മാറിയിരിക്കുന്നു. കൂടുതൽ ആക്രമണാത്മകമായി ചിന്തിക്കാനും ആവശ്യമെങ്കിൽ അതിൻ്റെ ദേശീയ ദർശനവും മഹത്വവും പ്രകടിപ്പിക്കുന്നതിൽ അക്രമാസക്തമായ നിലപാടെടുക്കാനും മോദി ഭരണം അതിനെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മുൻകാല സ്വഭാവം മുകളിലെ ചെറിയ വരേണ്യവർഗത്തെ വളരെയധികം തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു. പക്ഷേ അത് നയഭാരതത്തിൻ്റെ അനിവാര്യമായ കാപട്യത്തിലൂടെ കാണാനും വിശ്വഗുരുവായി പൂശിയ ആഴമില്ലായ്മയായി കാണാനും ജനങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ രാഹുൽ ഗാന്ധിക്ക് കുടുംബാവകാശത്തിന്റെ ആങ്കറേജിൽ നിന്ന് ജനകീയ സ്വീകാര്യതയുടെ നിയമസാധുതയിലേക്ക് മാറാനുള്ള അനിവാര്യത തിരിച്ചറിയാനും ആന്തരികവൽക്കരിക്കാനും 8 വർഷത്തെ രാഷ്ട്രീയ പ്രതികൂലവും ഔദ്യോഗിക ശത്രുതയും വേണ്ടിവന്നു. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യമുള്ള ശത്രുക്കളോ അദ്ദേഹത്തിന്റെ ആവേശഭരിതരായ നേതാക്കന്മാരോ അല്ല. ഭാരത് ജോഡോ യാത്ര ജനങ്ങളിൽ ഇടം നേടിയെന്ന് പലരും ശ്രദ്ധിച്ചില്ല. കാരണം രാഹുൽ ഗാന്ധി തൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേക അവകാശങ്ങൾക്കല്ലാതെ മറ്റെന്തെങ്കിലും കാരണത്താൽ അത് ശോഷിക്കുന്നതും കഷ്ടപ്പെടുന്നതും ആദ്യമായി കണ്ടതാണ്. രാഹുൽ ഗാന്ധി താടി വെട്ടിമാറ്റാൻ റായ്ബറേലിയയിലെ ഒരു പ്രാദേശിക ബാർബർ ഷോപ്പിൽ കയറിയതാണ് ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിമിഷം. സ്വയം രാജകുമാരനാണെന്ന് പലപ്പോഴും ആരോപിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധി വിനയത്തിന്റെ ആചാരങ്ങൾ പാലിക്കുമ്പോൾ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി ഒരു ചക്രവർത്തിയുടെ കെണിയിൽ സ്വയം വലയം ചെയ്യുകയായിരുന്നു. തൻ്റെ ദരിദ്രമായ തുടക്കം കണ്ടുപിടിക്കുകയും പിന്നീട് അതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുകയും ചെയ്ത മനുഷ്യൻ ഒരു സാമ്രാജ്യത്വവും അതീശവുമായ വ്യക്തിത്വം വളർത്തിയെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മോദിയുടെ ഇന്ത്യ മുഴുവൻ എൻ്റെ കുടുംബമാണ് എന്ന അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളും ഗൗതം അദാനിയുമായുള്ള അദ്ദേഹത്തിൻ്റെ അവിഹിതമായ അടുപ്പവും തമ്മിലുള്ള പൊരുത്തക്കേടും ഇന്ത്യയിലെ വോട്ടർമാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. മോദിയുടെ പ്രഭാവം നഷ്ടപ്പെട്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സന്ദേശവും രാഷ്ട്രീയ നയങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേട് വ്യക്തമായതുകൊണ്ട് തന്നെയാണ്. ശക്തനായ ഒരു നേതാവിന് ആവശ്യമുള്ളത് ആദർശവാദവും ഈ പുരാതന ഭൂമിയിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശക്തമായ ഇച്ഛാശക്തിയുമാണ് എന്നാണ് നരേന്ദ്രമോദി 10 വർഷമായി പ്രസംഗിച്ച് നടന്നത്. ആ അവകാശവാദം തികച്ചും തെറ്റായിരുന്നുവെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ആത്യന്തികമായി അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്വേച്ഛാധിപത്യ വ്യക്തിത്വവും ഇന്ത്യയിലെ ജനങ്ങളോടുള്ള സ്നേഹവും തമ്മിലുള്ള വിഭാഗീയത എത്രത്തോളം ഉണ്ടെന്നുള്ളത് സ്ഥിരീകരിക്കുകയായിരുന്നു. അതുപോലെ രാഹുൽ ഗാന്ധിയുടെ ജനാധിപത്യപരമായ മേക്ക് ഓവർ എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് ഇനിയും വിലയിരുത്താൻ സമയമായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അധാർമിക രാഷ്ട്രീയത്തിന്റെ നിരുപാധികമായ പിന്തുടർച്ച ഒടുക്കം നരേന്ദ്രമോദിയുടെ ഏറ്റവും വിലയേറിയ ഉപഭോക്താക്കളുടെ, അതായത് ഇന്ത്യൻ പൗരന്മാരുടെ കണ്ണുകളിലെ ഒരു കരടായി മാറി എന്നതാണ്.